ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കൊളസ്ട്രോൾ കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്കും വെയിറ്റ് കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്കുള്ള വീഡിയോ ആയിട്ടാണ്. ഇത് ശരിക്കും എൻ്റെ ഹസ്ബൻഡ് ഫോളോ ചെയ്യുന്ന ഒരു രീതിയാണ്. ഒരു മാസം കൊണ്ട് തന്നെ ഹസ്ബൻഡിന് റിസൾട്ട് കിട്ടിയിട്ടുമുണ്ട്. കറക്റ്റായിട്ട് ഇതുപോലെ തന്നെ ഫോളോ ചെയ്താൽ നിങ്ങൾക്കും റിസൾട്ട് കിട്ടും. അതുകൊണ്ട് തന്നെയാണ് ഞാനിത് വീഡിയോ ഇടുന്നതും. രാവിലെ ഒരു 5 മണിയൊക്കെ ആകുമ്പം ഏട്ടൻ നടക്കാൻ വേണ്ടി പോകും. നടന്ന് വന്നു കഴിഞ്ഞാൽ വെള്ളം കുടിക്കും. ആ വെള്ളത്തിൽ എന്തൊക്കെയാണ് ചേർക്കുന്നതെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇങ്ങനെ ഒരു ഗ്ലാസ് വെള്ളം ഞാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഒന്ന് ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് ഒരു ചെറുനാരങ്ങ പിഴിഞ്ഞിട്ട് അതിലേക്ക് ഇടുക. പിന്നെ മഞ്ഞൾ, ഞാനിവിടെ പച്ച മഞ്ഞളാണ് ഇടുന്നത്. നിങ്ങളടുത്ത് മഞ്ഞൾ പൊടിയാണുള്ളതെങ്കിൽ വെള്ളം തിളച്ച് എടുത്ത് വെക്കാറാകുമ്പോൾ ഇട്ട് കൊടുത്താൽ മതി. ഞാൻ പച്ച മഞ്ഞളായത് കൊണ്ടാണ് നേരത്തെ ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് അത് നല്ലതുപോലെ തിളച്ച് അതിൻ്റെ കളറൊക്കെ ചേഞ്ച് ആവും. എന്നിട്ട് അത് ഓഫാക്കുക. വെള്ളം റെഡി ആയിട്ടുണ്ട്. ഈ വെള്ളമാണ് ഏട്ടൻ രാവിലെ തന്നെ കുടിക്കുക. ഇത് കുടിച്ച് കഴിഞ്ഞിട്ട് പിന്നത്തെ ബ്രേക്ക്ഫാസ്റ്റാണ് ഓട്സ് ഉണ്ടാക്കുന്നത് പാലിലല്ല, വെള്ളത്തിലാണ്. കൊളസ്ട്രോൾ കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർ പാലിൽ അധികം ഉപയോഗിക്കാതെ വെള്ളത്തിൽ ഓട്സ് കഴിക്കുന്നതാണ് ഏറ്റവും ബെറ്റർ. ഇനി ഇതിലേക്ക് മധുരത്തിനായിട്ട് പഞ്ചസാര ചേർക്കില്ല. ഈത്തപ്പഴമാണ് ഞാൻ ചേർക്കാറുള്ളത്. ഇതിൽ 2 ഈത്തപ്പഴമാണ് ഞാൻ ഇതിൽ ചേർക്കുന്നത്. പിന്നെ നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ ഫ്രൂട്ട്സൊക്കെ ചേർക്കാം, പക്ഷെ ഞാൻ ചേർക്കാറില്ല. പിന്നെ അധികം ഫ്രൂട്ട്സ് ഒന്നും ഇട്ട് കഴിക്കുന്നത് ഇഷ്ടമല്ല. ചെറിയ കപ്പിലളവിലാണ് ഞാനത് ഓട്സ് എടുക്കാറുള്ളൂ. ഇതാണ് ഏട്ടൻ്റെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്. ഇല്ലെങ്കിൽ സാലഡ് കഴിക്കാറുണ്ട്. അതെങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. ഇത് 1 കപ്പ് മുളപ്പിച്ച ചെറുപയറാണ്. ഇനി ഇതിലേക്ക് നല്ല തിളപ്പിച്ച വെള്ളം ചേർത്ത് കൊടുക്കുക. അല്ലെങ്കിൽ ആവിയിലിട്ട് നന്നായിട്ട് സ്റ്റീം ചെയ്തെടുക്കുക. ഇതിലേത് വേണമെങ്കിലും ചെയ്യാം. ഞാൻ ഇതിലേക്ക് നല്ല തിളപ്പിച്ച വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ടൊരു 5 മിനിറ്റ് ഞാനിത് മൂടി വയ്ക്കും. 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഞാൻ അതിലുള്ള വെള്ളമൊക്കെ അരിച്ചെടുത്തിട്ടുണ്ട്. ഒരു അരിപ്പയിൽ അരിച്ചെടുത്താൽ മതിയാകും. ഇനി സാലഡിന് ആവശ്യമായത് എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാനിവിടെ എല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ 2 ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട്. ഒരു മഞ്ഞ കളറുള്ള ക്യാപ്സിക്കം, പിന്നെ പച്ച കളറുള്ള ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട്. പിന്നെ കുക്കുംബർ എടുത്തിട്ടുണ്ട്, ക്യാരറ്റ് എടുത്തിട്ടുണ്ട്, ഒരു തക്കാളി, ഒരു സവോള എടുത്തിട്ടുണ്ട്, പിന്നെ ആപ്പിൾ സിഡർ വിനെഗർ എടുത്തിട്ടുണ്ട്. ഇതൊക്കെ ചേർത്ത് നമുക്ക് ഒരു സാലഡ് തയ്യാറാക്കാം. 2 നെല്ലിക്ക എടുത്ത് വെച്ചിട്ടുണ്ട്. അത് ഏട്ടൻ ചുമ്മാ കഴിക്കാൻ വേണ്ടി എടുത്ത് വെച്ചതാണ്. ഇനി ഇതെല്ലാം ഒരു പാത്രത്തിൽ മിക്സ് ചെയ്തെടുക്കാം. മുളപ്പിച്ച ചെറുപയറിലേക്ക് ക്യാപ്സിക്കം, കുക്കുംബർ, തക്കാളി, സവോള, ക്യാരറ്റ്, കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന എല്ലാ വെജിറ്റബിൾസും അതിൽ ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ മിക്സ് ചെയ്യുക. എന്നിട്ട് അതിലേക്ക് ആപ്പിൾ സിഡർ വിനെഗർ ചേർത്ത് കൊടുക്കുക. ഒരു 2 ടീസ്പൂൺ മാത്രമേ അതിൽ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. പിന്നെ ജീരകം വറുത്ത് പൊടിച്ചത്, ചെറിയ ജീരകം വറുത്ത് പൊടിച്ചത് ഒരല്പം ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരല്പം കുരുമുളക് പൊടിയും ഉപ്പും ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുക. ഈ ആപ്പിൾ സിഡർ വിനെഗർ ഇല്ലെങ്കിൽ പകരം ചെറുനാരങ്ങ ചേർത്ത് കൊടുത്താലും മതി. ശരിക്കും ഏട്ടന് ഒരു മാസം കൊണ്ട് 10 കിലോ കുറയ്ക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഉച്ചക്കത്തെ ഫുഡ് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ഓർഗാനിക് മട്ട റൈസാണ് ഉപയോഗിക്കുന്നത്. ഇതുപോലത്തെ ബ്രൗൺ റൈസാണ് ഏറ്റവും ബെസ്റ്റ്. ഈ വെള്ള അരി ഉപയോഗിക്കുന്നത് അത്ര നല്ലതല്ല. ഈ കൊളസ്ട്രോൾ കൂടുതലുള്ളവർക്കാണെങ്കിൽ ഇതുപോലത്തെ ബ്രൗൺ റൈസാണ് ഉപയോഗിക്കുന്നത് ഏറ്റവും നല്ലത്. ഇനി ഇത് ഒരു 1/4 കപ്പ് റൈസ് എടുക്കാറുള്ളൂ. 1/2 കപ്പ് നിറച്ചുണ്ടാവാറില്ല. ഒരു 1/4 കപ്പ് അത്രേ എടുക്കാറുള്ളൂ. ഇനി ഇത് വാഷ് ചെയ്യുന്ന സമയത്ത് നല്ല ബ്രൗൺ കളറ് ഇളകി വരാത്ത രീതിയിലുള്ള റൈസ് ആയിരിക്കണം വാങ്ങേണ്ടത്. അതാണ് ഏറ്റവും നല്ലത്. ഇതിനൊപ്പം കഴിക്കാനായിട്ട് ഇലക്കറികളാണ് കൂടുതൽ ഉപയോഗിക്കുക. മുരിങ്ങ ഇലയാണ് ഏറ്റവും ബെസ്റ്റ്. മുരിങ്ങ, ചീര, പച്ചച്ചീര ഇതുപോലത്തെ ഇലക്കറികളാണ് കൂടുതൽ ഉപയോഗിക്കുക. ഇതിലൊന്നും തേങ്ങ ഉപയോഗിക്കാറില്ല. തേങ്ങ ഉപയോഗിക്കാതെ പരിപ്പിട്ടിട്ടും അങ്ങനെയൊക്കെയാണ് കറി വെച്ച് ഞാൻ കൊടുക്കാറുള്ളത്. തേങ്ങ ഒട്ടും ഉപയോഗിക്കാറില്ല. ഇതുപോലെ കറി വെച്ച് കൊടുക്കും, അല്ലെങ്കിൽ ഇതുപോലെ ഉപ്പേരിയാക്കിയിട്ട് കൊടുക്കും. മുരിങ്ങ അല്ലെങ്കിൽ ഒരു ദിവസം ഇതുപോലെ ചീര, ഇങ്ങനെ മാറി മാറി ഞാൻ ഇലക്കറികൾ കൊടുക്കും. ഇതുപോലെ മീൻ മത്തിയും ചൂരയാണ് ഏറ്റവും നല്ലത്. മത്തിയും ചൂരയാണ് കഴിക്കുക.
റെഡ് മീറ്റൊന്നും ഒരു മാസമായിട്ട് കഴിക്കാറേ ഇല്ല. ഒരല്പം ചോറും കൂടുതൽ വെജിറ്റബിൾസുമാണ് കഴിക്കുക, ഇലക്കറികളും വെജിറ്റബിൾസും. വെജിറ്റബിൾസ് മഞ്ഞളും ഉപ്പും മാത്രം ഇട്ട് വേവിച്ചിട്ട് അങ്ങനെയാണ് കഴിക്കുക. ഇത് ചൂരമീൻ മുളകിട്ടതാണ്. ഇതിൽ വെളിച്ചെണ്ണയൊന്നും വറുത്തിടാറില്ല, പകരം ഒലീവ് ഓയിലാണ് യൂസ് ചെയ്യുക. ഒലീവ് ഓയിൽ മുകളിൽ ഒഴിച്ചു കൊടുത്താൽ മതി, പച്ചയ്ക്ക് ഒഴിച്ചു കൊടുത്താൽ മതിയാകും. കഴിക്കാൻ നേരത്ത് മുകളിൽ പച്ചക്ക് ഒലീവ് ഓയിൽ ഒഴിച്ച് കൊടുത്താൽ മതിയാകും, അതാണ് ഏറ്റവും ബെസ്റ്റ്. പിന്നെ ഇതുപോലെ വെജിറ്റബിൾസ് വേവിച്ച് അങ്ങനെയാണ് കഴിക്കാറ്. നൈറ്റ് ചപ്പാത്തിയാണ് കഴിക്കാറുള്ളത്. ഒരു 7 മണിയൊക്കെ ആകുമ്പോൾ ഭക്ഷണം കഴിക്കും. ആദ്യമൊക്കെ ലേറ്റായിട്ടായിരുന്നു ഭക്ഷണം കഴിക്കാറുള്ളത്, ഇപ്പോൾ നേരത്തെ 7 മണിയൊക്കെ ആകുമ്പം ഭക്ഷണം കഴിക്കും. അരി ഭക്ഷണം ഒരു നേരം മാത്രമേ കഴിക്കാറുള്ളൂ, ഉച്ചയ്ക്കത്തെ അതിന് ഒരല്പമേ കഴിക്കാറുള്ളൂ. ഇടയ്ക്ക് രാത്രി ചപ്പാത്തിക്ക് പകരം സാലഡ് മാത്രം കഴിക്കാറുള്ളൂ, ഇല്ലെങ്കിൽ ഫ്രൂട്ട്സ്. ഈ ഫ്രൂട്ട്സ് കഴിക്കുകയാണെങ്കിൽ ജ്യൂസാക്കി കഴിക്കാതെ ചവച്ചരച്ച് കഴിക്കണം, അതാണ് ശരീരത്തിന് ഏറ്റവും നല്ലത്. ഇതൊക്കെയാണ് ഏട്ടൻ ഡെയിലി ഫോളോ ചെയ്യാറുള്ളത്. അതുകൊണ്ട് തന്നെ നല്ലതുപോലെ നല്ല റിസൾട്ട് കിട്ടിയിട്ടുമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ഇട്ടത്. അപ്പോൾ ഇതുപോലെ വെയിറ്റ് കുറക്കാനൊക്കെ ഉള്ളവർ ഇതുപോലെ ഫോളോ ചെയ്താൽ നല്ല റിസൾട്ട് അവർക്ക് കിട്ടും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ എൻ്റെ കൊച്ചു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.